ദൈവത്തിന് സ്തോത്രം. കഴിഞ്ഞ ദിവസം ബീഹാറിലെ നവദ ജില്ലയിൽ പല വീടുകൾ കത്തി ചാമ്പലാക്കപ്പെട്ടു. അവിടെ ഏറ്റവും പാവപ്പെട്ട ആളുകൾ ആണ് താമസിച്ചിരുന്നത്. ഏതാണ്ട് 80 വീടുകളോ മറ്റോ അവിടെ ഉണ്ടായിരുന്നു. അതിൽ അനേകം വീടുകൾ കത്തിച്ചു കളഞ്ഞു. അവർ താമസിച്ചിരുന്ന ആ സ്ഥലം, അവർ സ്ഥലമില്ലാത്തവരാണ്. സർക്കാർ അവർക്ക് കൊടുത്ത സ്ഥലത്ത് കുടിലുകൾ കെട്ടി താമസിച്ചിരുന്നവരാണ്. അതാണ് ചാമ്പലാക്കപ്പെട്ടത്. 10-50 ഏക്കർ ഉള്ളവർ 2 സെൻറ്റ് ഭൂമിയില്ലാത്തവൻ്റെ ആ സ്ഥലം കൂടെ കൈക്കലാക്കുവാനുള്ള ശ്രമങ്ങൾ. പാവപ്പെട്ടവനെ വീണ്ടും അതിക്രമിച്ച് അവൻ്റെ പക്കലുള്ളത് അതും കൂടെ തട്ടിയെടുക്കുവാനുള്ള ശ്രമങ്ങൾ, ഉച്ച നീചത്വങ്ങൾ. ഇതൊക്കെ ഉണ്ടായിരുന്നു നമ്മുടെ നാട്ടിൽ ധാരാളം. സുവിശേഷമാണ് നമ്മുടെ നാടിനെ മാറ്റിയത്. മിഷനറിമാർ നാടും വീടും സൗകര്യങ്ങളും ഒക്കെ ഉപേക്ഷിച്ചു വന്നവർ, കാലാവസ്ഥയുടെ വ്യത്യാസങ്ങൾ ഉണ്ടായിട്ടും വലിയ തണുപ്പിൽ നിന്നും വലിയ ചൂടിലേക്ക് വന്ന് ജീവിതകാലം മുഴുവൻ അവിടെ പ്രവർത്തിക്കുവാൻ മനസ്സ് വെച്ചവർ. അവരിലൂടെയൊക്കെയാണ് നമ്മൾ അക്ഷരം പഠിച്ചത്. അവരിലൂടെയാണ് ദൈവത്തിൻ്റെ കൃപയാൽ നമ്മൾക്ക് പുതിയ ഒരു വ്യക്തിത്വം, സ്വർഗീയമായ ഒരു വ്യക്തിത്വം ലഭ്യമായത്. എന്തിനു പറയുന്നു? നമ്മുടെ വലിയമ്മമാർ മാറുമറച്ചതുപോലും അതും സുവിശേഷത്തിലൂടെ നമുക്ക് ലഭിച്ച അനുഗ്രഹമാണ്. ഇവിടെ കത്തിച്ചാമ്പലാക്കപ്പെട്ട വീടുകളിൽ പലതും നമ്മുടെ സഹോദരങ്ങളുടെ വീടുകളാണ്. ചില വർഷങ്ങൾക്ക് മുൻപ് അവിടെ സുവിശേഷം എത്തിക്കുവാൻ നമ്മുടെ കൂട്ടു സഹോദരങ്ങളെ ദൈവം സഹായിച്ചു. അവിടെ പോകുവാൻ കർത്താവ് സഹായിച്ചിട്ടുണ്ട്. അവിടെ ഒരു ചെറിയ ആരാധനാലയം ഉണ്ടായിരുന്നു. അതും കത്തിച്ചാമ്പലാക്കപ്പെട്ടു. അവർക്ക് ആടുകളെ കൊടുത്തിരുന്നു. ആടുകളും ഈ കൂട്ടത്തിൽ അതും ചത്തുപോയി. അവരുടെ ഭക്ഷ്യസാധനങ്ങൾ ഉൾപ്പെടെയൊക്കെ കത്തി ഇല്ലാതെയായി. ഇത് നമ്മൾക്ക് ഒരു വാർത്ത മാത്രമാണോ, അതോ നമ്മൾ മറ്റൊരു തരത്തിൽ പ്രതികരിക്കേണ്ടതുണ്ടോ? വാർത്തയ്ക്കപ്പുറം നമ്മൾ ഇവർക്ക് വേണ്ടി പ്രാർത്ഥിക്കണം. എന്തൊക്കെയാണോ ഇവർക്ക് വേണ്ടി ചെയ്യുവാൻ കഴിയുന്നത് അതൊക്കെ നമ്മൾ ചെയ്യണം. നമ്മൾ ഈ സ്ഥലങ്ങളൊക്കെ സന്ദർശിക്കണം. അവിടെ സന്ദർശിക്കാൻ പറ്റുമോ? ബുദ്ധിമുട്ടാവില്ലേ? പ്രശ്നങ്ങളല്ലേ? തിരുവല്ലക്കാരൻ റെജി, പാമ്പാടി സ്വദേശിയായ ഷൈജു, ഈ ദേവദാസന്മാർ അവിടുത്തെ പ്രവർത്തനങ്ങൾക്ക് നേതൃത്വം നൽകുകയാണ്. അവർ ആ സ്ഥലത്ത് താമസിക്കുകയാണ്. അപ്പോൾ അവിടേക്ക് വന്നാൽ ഒന്നും സംഭവിക്കില്ല. യേശു വന്നല്ലോ, നമ്മളെ തിരക്കി. എന്ത് സംഭവിച്ചു? താൻ ജീവൻ നൽകി, നമുക്ക് ജീവൻ ലഭ്യമായി. അപ്പോൾ നമ്മൾ ഈ കാര്യങ്ങളെപ്പറ്റി ഗൗരവമായി ചിന്തിക്കുക. ഇത് സുവിശേഷത്തിന് എതിരെയുള്ള ഒരു ആക്രമണമായിരുന്നില്ല എങ്കിലും അവിടെ അനേകർ വിശ്വാസികളാണ്. അവർക്ക് വീടും ആരാധനാലയവും അവരുടെ സാധനങ്ങളും ഭക്ഷ്യവസ്തുക്കളും ഉൾപ്പെടെ എല്ലാം നഷ്ടപ്പെട്ടു, കത്തിച്ചാമ്പലായി. അവർ നമ്മളുടെ കൂട്ടു സഹോദരങ്ങളാണ്. നമ്മൾ ഒരു അപ്പത്തിൻ്റെ അംശികളാണ്, ഒരു പാനപാത്രത്തിൻ്റെ ഓഹരിക്കാരാണ്. അത് നമ്മളുടെ മനോഹരമായ പള്ളിയിൽ കൂടുന്നവർ മാത്രമല്ല, നമുക്ക് ഉത്തരവാദിത്തങ്ങളുണ്ട്. അവർ ഏറ്റവും പാവപ്പെട്ടവരാണ്. അവരുടെ ലിറ്ററസി പെർസെൻറ്റേജ് ഒരുപക്ഷെ
5% കുറവായിരിക്കും. അങ്ങനെയുള്ളവരുടെ കുഞ്ഞുങ്ങൾക്ക് വേണ്ടി 100-ൽ അധികം ചെറിയ ചെറിയ പള്ളിക്കൂടങ്ങൾ തുടങ്ങുവാൻ ദൈവം നമ്മളെ സഹായിച്ചിട്ടുണ്ട്. ഇവരെ ഓർത്ത് പ്രാർത്ഥിക്കുക, ഇവരെ കാണുവാൻ കടന്നു വരിക, ഇവരെ കരുതുക. അത് കർത്താവിൻ്റെ വചനാനുസൃതമാണ്. ഈ ചെറിയവരിൽ ഒരുവനെ നിങ്ങൾ ചെയ്തതൊക്കെ എനിക്ക് വേണ്ടി ചെയ്തിരിക്കുന്നു എന്നാണ് ദൈവത്തിൻ്റെ വചനം പറയുന്നത്. ദൈവം അനുഗ്രഹിക്കട്ടെ. ഗാഡ് ബ്ലസ് യു.